നല്ല മലബാർ കോഴി ബിരിയാണി ആക്കിയാലോ? ഒരു 4 ബിഗ് ഉള്ളി ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. തിൻ സ്ലൈസ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്യണേ. ഈ ഫ്രൈഡ് ഉള്ളിയാണ് നമ്മൾ മസാലക്ക് യൂസ് ചെയ്യുക. 1 ചിക്കനൊക്കെ കൊണ്ടാണ് നമ്മൾ ബിരിയാണി ആക്കുന്നത്. എന്നെ കുറച്ച് നട്ട്സും കിസ്മസും ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. സെയിം ഓയിലില് 2 മീഡിയം ടൊമാറ്റോ. നല്ലോണം ചെറുങ്ങനൊന്നും നിങ്ങൾ ആക്കണ്ടട്ടാ. ആ കുക്കായി വരുമ്പോൾ നല്ലോണം മാഷ് ആയിക്കോളൂ. എന്നാ ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ചിക്കനിൽ ഗാർലിക്കിനെ കാട്ടി കൂടുതൽ ജിഞ്ചർ എടുക്കണേ. ചില്ലി നിങ്ങൾക്ക് വേണ്ടത്ര ഇട്ടോ. ടൊമാറ്റോ കുക്കായാലേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യൂ. പച്ചമണം വരുന്ന വേറെ അലക്കണം. ഒരു 1/2 hour മാഗ്നേറ്റ് ചെയ്ത ചിക്കനാന്നേ. കുറച്ച് ചില്ലി പൗഡറും സാൾട്ടും പെപ്പറും ടേമറിക്കും ഇങ്ങനെ ചെയ്താലേ ചിക്കനൊക്കെ ഭയങ്കര ഫ്ലേവറാ. 5 minutes ഹൈ ഫ്ലെയിമില് നല്ലോണം അളക്ക. സോൾട്ട് നിങ്ങൾ നോക്കിയിട്ട് ഇടണേ. ഒന്ന് ഫ്ലെയിം ലോ ആക്കിയിട്ട് കുക്ക് ചെയ്യാ. ആ മസാല എല്ലാം നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. എന്നെ കൊറിയാൻഡർ ലീഫ് ഇടാ. നല്ലോണം മിക്സ് ചെയ്തിട്ട് ലൈം ആഡ് ചെയ്യണോ. സീഡ് വീഴാണ്ടിരിക്കണേ. നമ്മൾക്ക് കുറച്ച് ചില്ലി പൗഡറും പെപ്പറും പിന്നെ ബിരിയാണീൻ്റെ മസാലപ്പൊടിയും. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് പൊടിക്കണേ. ആ വീട്ടിൽ നിന്ന് പൊടിക്കുന്ന മസാലപ്പൊടിക്ക് ഭയങ്കര സ്മെല്ലാ. ബിരിയാണി അതുപോലെ സൂപ്പറാവും. ഇനിയാണ് നമ്മളുടെ ഫ്രൈഡ് ഓണിയൻ ഇടുന്നത്. കുറച്ച് നിങ്ങൾ ദമ്മിടാൻ നിങ്ങൾ മാറ്റി വെക്കണേ. നല്ലോണം എല്ലാം കൂടിയേക്ക് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കുക. അടക്കൊന്ന് എടുത്തിട്ട് അലക്കണേ. ഗ്രൈൻഡ് ചെയ്തല്ല മിക്സിയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തോ. അതിനൊരു 4-5 നട്ട്സ് എടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിക്കോ. അടക്കൊന്ന് മസാല നല്ല ശ്രദ്ധിക്കണേ. ഒരു സ്പൂൺ ഒരു പ്യൂർ ഗീ ആഡ് ചെയ്യുക. ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഷുഗറു. പിന്നെ ഒന്നുകൂടി കവർ ചെയ്യുക. ആ ടൈം കൊണ്ട് റൈസ് വാഷ് ചെയ്തെടുക്കുക. 2-3 times നിങ്ങൾ വാഷ് ചെയ്യണേ. സ്ട്രെയിനറിലിട്ട് വെക്കുക. മസാലാൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് കുക്കായിട്ട് വരുന്നുണ്ട്. എന്നെ കുറച്ച് മല്ലിച്ചപ്പു ബ്ലെൻഡ് ചെയ്ത നട്ട്സും ആഡ് ചെയ്യുക. ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അടുക്കൊടിക്കാണ്ട് നോക്കണേ. മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് വെക്കണ്ടേ. ബിരിയാണി പോട്ടിൽ ഗീ ഇടാ. സ്പൈസസ് എല്ലാം ആഡ് ചെയ്യാ. ഒരു 1/2 ഉള്ളി സ്ലൈസ് ചെയ്തിട്ടിടാ. കളർ ചേഞ്ച് ചെയ്യുന്ന വേറെ അളക്ക. നമ്മളുടെ റൈസും ആഡ് ചെയ്യാ. നല്ലോണം വറക്ക. ജീരകശാലയാണ് എടുത്തത്. സോൾട്ടും ഹോട്ട് വാട്ടറും ഇടാ. 1 കപ്പിന് 1.5 കപ്പ് വാട്ടർ ആണ്. കുറച്ച് ലൈം സ്ക്വീസ് ചെയ്തിട്ടിടാ. ഇനി നമ്മൾക്ക് ലിഡ് ക്ലോസ് ചെയ്യാ. ഒന്ന് വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മസാല 1 സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്യാ. നല്ലോണം അളക്ക. ഇങ്ങനെ ചെയ്താൽ ഭയങ്കര ടേസ്റ്റാ റൈസിന്. എന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാ. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോൾ ഉപ്പിന് നോക്കണേ. നമ്മളുടെ റൈസ് കുക്കായിട്ടുണ്ട്. എന്നെ നമ്മൾക്ക് ദമ്മിടാ. 3/4 റൈസ് മാറ്റിയിട്ട് മസാല കുറച്ച് ആഡ് ചെയ്യാ. അതിന് നമ്മൾക്ക് ഫ്രൈഡ് ഓണിയൻ ഇടാ. മല്ലിച്ചപ്പും പിന്നെ കുറച്ച് റൈസ് എഗെയിൻ ആഡ് ചെയ്യാ. സെയിം എന്ന് എഗെയിൻ ചെയ്യാ. ഇങ്ങനെ ലെയർ ആയിട്ടാണ് നമ്മൾ ദമ്മിടാ. 2-3 ലെയേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കുറച്ച് മസാലയും മല്ലിച്ചപ്പും ഗ്രേപ്പും നട്ട്സും ഫ്രൈഡ് അണിയനും കുറച്ച് പനീർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുക. അതിന് ഒന്നും നോക്കണ്ട. ഒരു 15 minutes ദം വെക്കുക. നമ്മളെ ബിരിയാണി നല്ല സെറ്റായിട്ടുണ്ട്. നിങ്ങളിത് ആക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണേ.